അല്ല ബാക്ക് ടു സ്കൂളോ? ഓ ബാഗിന്റെ ഒക്കെ എന്തോരം കളക്ഷനാ. ഓ ഇതൊക്കെ നോക്കിട്ട് തന്നെ കാര്യമുള്ളൂ. ഓൻ്റെ ഒക്കെ ഞാൻ എന്തൊക്കെ എടുക്കുക? അയ്യോ ബാഗ്, വാട്ടർ ബോട്ടില്, നോട്ട്ബുക്ക്, ടിഫിൻ ബോക്സ്, ഞാൻ എന്തൊക്കെ എടുക്ക? അതൊക്കെ അവിടെ വെക്കുന്നു ചെയ്താ 10 ഐറ്റംസ് കോംബോ ഓഫർ വെറും 499. ഫസ്റ്റ് തന്നെ ഒരു ബാഗിന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ പേപ്പർ, പിന്നെ വാട്ടർ ബോട്ടില്, നൈസ് സ്ലിപ്പ്, ക്രയോണ്, ജോമെട്രി ബോക്സ്, ടിഫിൻ ബോക്സ്, പിന്നെ ഒരു പേന, ഒരു പെൻസില്, പിന്നെ 152 പേജിൻ്റെ 5 നോട്ട് ബുക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ 499 കേട്ടോ. സ്കൂൾ പർച്ചേസിംഗ് ഉണ്ടല്ലോ നമ്മുടെ ചേലക്കരയുള്ള VS സൂപ്പർവാലിക്കുണ്ട് പോരിട്ടങ്ങള്. പാലക്കാട് ഒറ്റപ്പാലത്ത് 21ഓളം ഇഡ്ഡലികളുമായി മോഷണത്തിനെത്തി ഒടുവിൽ ജിപ്സം റൂഫ് തകർന്ന് താഴെ വീണ കള്ളന്റെ വിചിത്രമായ വാർത്ത കാണാം. ഒറ്റപ്പാലം പാലപ്പുറത്ത് വീടിന്റെ മുകൾ നിലയിൽ മോഷണത്തിനായി കയറിയ കള്ളൻ ഒടുവിൽ വീട്ടുകാർക്കും പോലീസിനും സമ്മാനിച്ചത് തികച്ചും വിചിത്രമായ ഒരു കഥയാണ്. പാലപ്പുറം കൊട്ടാരപ്പാട്ടിൽ ശ്രീനിവാസന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:45 അതീവ രസകരമായി ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. വീട്ടിലെ നായ്ക്കൾ കൂട്ടത്തോടെ കുരയ്ക്കുന്ന ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കയ്യിലൊരു വെളുത്ത കവറുമായി ഗേറ്റ് തുറന്ന് അകത്തു കയറിയ കള്ളനെ കണ്ടത്. തുടർന്ന് വീടിന് ചുറ്റും നടന്ന ഇയാൾ ഗോവണി വഴി മുകളിലത്തെ നിലയിലേക്ക് കയറി പോവുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഇയാളെ കാണാതായതോടെ വീട്ടുകാർ നാലുപാടും നടത്തിയ പരിശോധനയിലാണ് മുകൾ നിലയിൽ തുറന്നുവെച്ച നിലയിൽ 21 ഇഡ്ഡലികൾ അടങ്ങിയ പൊതി കണ്ടെത്തിയത്. മോഷണത്തിനായി മുകളിൽ കയറിയ കള്ളൻ നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജിപ്സം റൂഫ് പൊളിഞ്ഞ് താഴെ വീഴുകയായിരുന്നു. ഇതോടെ കള്ളന്റെ പ്ലാനുകൾ പാളുകയും പരിഭ്രാന്തനായി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സ്വന്തം ചെരുപ്പെടുക്കാൻ പോലും കള്ളന് കഴിയാതെ പോവുകയും ചെയ്തു. വീടിന്റെ പരിസരത്ത് നടക്കുന്നതിനിടെ CCTV ക്യാമറയ്ക്ക് മുന്നിലെത്തി ഇവിടെ CCTV ക്യാമറയുണ്ടെന്ന് കള്ളൻ സ്വയം പറയുന്ന ദൃശ്യങ്ങളും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. കള്ളനായി ഒറ്റപ്പാലം പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതം. ഇന്നലെ അതായത് ഇന്ന് പുലർച്ചെ ശനിയാഴ്ച ഒരു 1:45 നമ്മുടെ ഇവിടെ നായകര വിട്ടു. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നെ രണ്ടാമതൊരു 3:45 നായകര കേട്ടപ്പോൾ നമ്മൾ CCTV നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ ഗേറ്റ് തുറന്ന് പുറത്തു പോണു കണ്ടു. അപ്പം നമ്മൾ അപ്പോഴേക്കും വീട്ടിലെ എൻ്റെ മോനും ഭാര്യയൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. ആളോട് നിൽക്കാൻ പറഞ്ഞ ആൾ അങ്ങനെ തിരിഞ്ഞു നോക്കാണ്ട് പോയി. പിന്നെ ഞങ്ങൾ CCTV ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇയാൾ വരുമ്പോൾ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു. അത് ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഇയാൾ വന്നിട്ട് ഡയറക്റ്റ് പിന്നിൽ നിന്ന് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു കോണിയുണ്ട്. ആ കോണിയിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ട് അവിടെ ഈ പൊതി വെച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് പരിശോധിച്ചപ്പോൾ അതിൽ 21 ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്. അയാൾ അവിടുന്ന് ഇങ്ങനെ നടക്കാൻ നോക്കിയപ്പോൾ നമ്മളെ ജിപ്സം അടിച്ചൊരു ഫോൾ സീലിംഗ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ മൂപ്പര് താഴത്തേക്ക് വീണു. അങ്ങനെ എണീച്ച് പോയതായിരിക്കാം. പക്ഷെ പോണതിൻ്റെ മുന്നേ ആൾ വീടിൻ്റെ ചുറ്റും ഒരു 2-3 പ്രാവശ്യം ഒന്ന് റൗണ്ട് അടിച്ചു. അതിൻ്റെ ഉള്ളിൽ ആൾ പറയുന്നുണ്ട് അയ്യോ ഇവിടെ CCTV ഉണ്ടെന്ന്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്കല്ല, കൂടെ ഒരു 1-2 പേര് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മളൊരു നിഗമനം. ന്യൂസ് ഡെസ്ക് CCV.